ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്. ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഇടുന്ന ആളല്ല. അപൂർവമായിട്ടേ ലോങ് വീഡിയോസ് ഇടാറുള്ളൂ. ഷോർട്സും തന്നെ അങ്ങനെ ഡെയിലി ഇടാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അതിലുള്ളത്. ട്രിപ്പ് പോയി വന്നിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു. ഇൻട്രോ എടുക്കാത്തതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ലാഗ് അടിച്ച് പോയത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇൻട്രോ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ് കേട്ടോ. ഏട്ടൻ ഇവിടെ അല്ല. ഏട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാശ്മീരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രിപ്പ് നമ്മളൊരു ഫ്യൂച്ചർ ഫ്ലൈ ഹോളിഡേയ്സ് എന്ന് പറയുന്ന അവരുടെ പാക്കേജിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞാൽ സുനിൽ എന്ന് പറയുന്ന ബ്രോ ആയിരുന്നു കേട്ടോ. സുനിൽ ബ്രോ അടിപൊളിയായിരുന്നു. ഞാൻ അവരെ കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇൻട്രോയിൽ പറയുന്നത്. സുനിൽ ബ്രോ അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റാക്കി നമ്മുടെ വൈബിനനുസരിച്ച് നമ്മളെ ഫുൾ എൻജോയ് ചെയ്യിച്ച് അങ്ങനെ ഉള്ളൊരാളാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനിൽ ബ്രോക്ക് ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ ഹെൽപ്പ് ചെയ്തതിന്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ നേരെ പോയി വീഡിയോ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ അതാ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. സമയം 11:15 ആയിട്ടോ. നാളെ നേരത്തെ ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ചെയ്യുന്നത്. ഇവിടെ അതൊക്കെ വേസ്റ്റാണ്. അതിൽ പിന്നെ ജാക്കറ്റാണ് കേട്ടോ വലിയ കവറിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളിത് രാവിലെ ഒരു 7 മണി 7:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് 10 മണിക്കാണ് ട്രെയിന്. പാലക്കാട് നിന്ന് പിന്നെ ചെന്നൈക്കാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ നമ്മളിത് കോഴിക്കോട് സ്റ്റേഷനിലെത്തിയിട്ട് ട്രെയിന് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഇതാ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഫുൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. നമ്മൾ പോയി അപ്പോൾ നമ്മൾ പാലക്കാടാണുള്ളത്. പാലക്കാട് നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ വീഡിയോ ഒന്നും എടുത്തില്ല. ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1:45 ട്രെയിന്. അത് ലേറ്റ് അല്ലേ, 2:15 ആവും. അപ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഓരോ അപ്ഡേഷൻസ് ഇങ്ങനെ തരട്ടോ. ഗൈസ്, ട്രെയിൻ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം. 7-ലാണ് നമ്മളെ പൊസിഷൻ വരുന്നത്. ഇപ്പോൾ 17-ആണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഈറോഡ് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇതിന് ട്രെയിൻ എടുക്കാനുള്ള നേരമായി. എന്നിട്ട് ചായ കുടിക്കാതെ ചായ വാങ്ങാതെ നേരെ കയറി. ഇപ്പോൾ ഒരു ചായ കിട്ടി. ഇനിയിപ്പം കടി എപ്പോഴാണ് കിട്ടുക അറിയില്ല. എന്തായാലും ഭയങ്കര ടയേർഡാണ്. ഞാനാണ് പിന്നെ കാണാം. അപ്പോൾ അതാ ഇവരൊക്കെ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ്. നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. ഇവരെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു ഓൾറെഡി കമ്പനിയാണ്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് കമ്പനി ആവുന്നത്. അപ്പോൾ ഇവർ ഭയങ്കര പാട്ടൊക്കെയാണ്. അപ്പോൾ നമ്മളെ സീറ്റിൽ നമ്മൾ ഇവരെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്നു. ഇവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ട്രെയിനിൽ ഇരിക്കുന്ന മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ ചെന്നൈക്ക് മാത്രമേ അങ്ങനെ ഉള്ളൂ. ചെന്നൈയിൽ നിന്ന് അങ്ങോട്ട് പിന്നെ പലരും പല സ്ഥലത്താണ്. പിന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ വേറെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവരെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജമ്മുക്കുള്ള യാത്ര അതും തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരുമായിട്ട് കളിച്ച് ചിരിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോയത്. പാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ സീറ്റിൽ വന്നിരുന്നു. ഇനി ഫുഡ് കഴിക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും പിന്നെ ചിക്കൻ പൊരിച്ചതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ രാത്രി കഴിച്ചത്. ഗൈസ്, നമ്മളിപ്പോൾ ചെന്നൈയിലെത്തി കേട്ടോ. ഇപ്പോൾ സമയത്തായി 11:15 ആയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിലെത്തിയിട്ടുണ്ട്. ഇത് രാവിലെ 5:10 നമുക്ക് ഇവിടുന്ന് ട്രെയിന്. അപ്പോൾ ചെന്നൈ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും ഒന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ തട്ടുകടയിൽ കയറി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. വിശന്നിട്ടൊന്നല്ല, എന്നാലും കുറേ സമയം ഇങ്ങനെ ഇരിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് തട്ടുകടയിൽ പോയി ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രെയിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് നേരെ ജമ്മുക്കുള്ള ട്രെയിനിലാണ്. അപ്പോൾ 5:10 ആവും എടുക്കാൻ. നമ്മൾ കയറിയിരുന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ടോപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കൺഫേം അല്ലേന്നു ടിക്കറ്റ്. പിന്നെ കുറച്ച് നേരത്തെയാണ് കൺഫേം ആയത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ മുകളിലും
ഇങ്ങനെയാണ് കേട്ടോ നമ്മളുള്ളത്. എന്തായാലും നല്ലൊരു ഉറക്കുറങ്ങാനുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അപ്പോൾ നല്ലൊരു ഉറക്കുറങ്ങണം. നേരെ ഒന്ന് പോയി കിടക്കട്ടെ. ഒരു റൗണ്ട് കഴിഞ്ഞ് അപ്പം തന്നെ രണ്ടാമത് വീണ്ടും വന്നതിൽ വീണ്ടും വാങ്ങിട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സമൂസയാണ് 6 എണ്ണം ഉണ്ടാവും. ഇതിന് 30 രൂപ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളവിടുത്തെ ചില സമൂസകളേക്കാൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം ഇനി ഇത് കഴിച്ചാൽ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ കഴിക്കട്ടെ. ഇത് എനിക്ക് മാത്രമുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇത് വേണ്ടെന്ന് പറഞ്ഞത്. മുളകുണ്ടോ? മുളക് കൂട്ടി കഴിക്കാൻ വലിയ സുഖമൊന്നുമില്ല. നമ്മളിപ്പോൾ വിജയവാഡ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ഇവിടെ കാണാന്? ഇപ്പോ 2 മണി ആയിട്ടോ. 2 മണി കഴിഞ്ഞുണ്ട് സമയവും. അപ്പൊ നമ്മള് വിജയവാഡ സ്റ്റേഷനിലെത്തി. എൻ്റെ ബർത്ത് പോണ കണ്ടില്ലേ? എന്താ വെള്ളം വാങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചോറും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോറ് ഞങ്ങൾക്ക് തന്നു. പിന്നെ നല്ല ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. ഏട്ടന് ചൂടുവെള്ളം കിട്ടുമോ എന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ ഏട്ടൻ കൂടെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ തെലങ്കാന ഉള്ള ഏതോ ഒരു സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ ചായ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ലേസ് വാങ്ങി കേട്ടോ. നമ്മളെ പച്ച ലേസും ചോപ്പ് ലേസും. പക്ഷെ ഇതിന് പറ്റിച്ച് 20 രൂപയല്ലേ ഉള്ളൂ. പക്ഷെ ഇവർ 30 രൂപ വാങ്ങിയിട്ടുണ്ട്. രണ്ടിന് 30 60 രൂപയാണ് ഇതിന് ടോട്ടല്. നമ്മളവിടെ 20 രൂപയ്ക്ക് MRP ഒക്കെ 20 പക്ഷേ 30 വാങ്ങിയത്. അപ്പം ഇനി ഇതൊക്കെ കഴിച്ച് ഒന്ന് കിടക്കണം. കിടക്കന്നെ ഇതുവരെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇതിനുള്ളിൽ അല്ലേ? അല്ലേ? നമ്മളിപ്പോ ഭോപ്പാലിലാണുള്ളത്. അപ്പൊ രാവിലെ ആയി. ഇപ്പൊ 13-ാം തീയതി രാവിലെ അല്ലേ? 13-ാം തീയതി ആണ്. 12-ാം തീയതി രാവിലെയാണ്. അപ്പോ നമ്മൾ ചായ കുടിക്കുകയാണ്. ബ്രെഡ് ഓംലെറ്റും പിന്നെ ചപ്പാത്തിയും വാങ്ങിയിട്ടുണ്ട്. ഒരു കോഫി കുടിച്ച് നേരത്തെ നമ്മളെ ചുക്ക് കപ്പിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലുള്ള 2 കോഫി വാങ്ങി. 40 രൂപ. ഒരു കോഫിക്ക് 20 രൂപ. അപ്പൊ നമ്മള് കോഫി വാങ്ങിയിട്ടില്ല. കോഫി ഇപ്പോൾ കുടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇതും. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ചായ കുടിക്കാം കേട്ടോ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ബബിയേട്ടാ? നമ്മൾ മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ കടുക്. ഭയങ്കര ഒരു ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ജമ്മുവിലെത്തും കേട്ടോ. ഇത് 3-ാമത്തെ ദിവസം. നമ്മൾ 10-ാം തീയതി കയറി. ഇന്നിപ്പോൾ 13-ാം തീയതി ആയി. 4-ാമത്തെ ദിവസമായി. 10, 11, 12, 13, 4-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മളെത്തും. പക്ഷേ എപ്പോഴായിരുന്നു നമ്മളെത്തേണ്ട സമയം? കറക്റ്റ് ടൈമാണെങ്കിൽ 11 മണിക്കോ ആ ഒരു ടൈമിലെത്തും. പക്ഷേ ഇപ്പോൾ ട്രെയിൻ ലേറ്റാണ്. പിന്നെ നല്ല മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഭയങ്കര സ്ലോയിലാണ് പോണത്. പിന്നെ കുറേ നേരം നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് എന്താ, അടുത്ത സ്റ്റേഷന് മുഖേരിയനാണ്. പക്ഷേ ഏത് സ്റ്റേറ്റാണെന്നുള്ള അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തത്തെ വ്യൂങ്ങൾ കാണുന്നില്ലേ? ഭയങ്കര മഞ്ഞ. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇവർ 2 മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്. ഒരു 10-21 ആൾക്കാരുണ്ട് നമ്മൾ ടോട്ടല്. അപ്പോൾ അവരൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇനി പുറത്തത്തെ കാഴ്ചയാണ് കേട്ടോ. ഗൈസ് നമ്മൾ ജമ്മുവിലെത്തി കേട്ടോ. ഭയങ്കര മഞ്ഞാണ്. നമ്മൾ AC യിലായതുകൊണ്ട് ഉള്ളിൽ തണുപ്പ് അറിയുന്നില്ല. പക്ഷെ പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് മുതൽ
ജമ്മു എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ കേട്ടോ. പക്ഷെ 12:30 ആവും നമ്മുടെ സ്റ്റേഷന്റെ പേരെന്തായിരുന്നു? ദമ്പൂറിലെത്താൻ 12:30 ടൈം കാണിക്കുന്നത്. ഇനിയും ഡിലേ ആകുമെന്ന് അറിയില്ല. നല്ല കോടുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പൊളിക്കാം. നമുക്ക് വീഡിയോസൊക്കെ ഫുൾ അപ്ലോഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ ഞാൻ. ഇപ്പോൾ ജമ്മു തവിയിലെത്തി. ഇപ്പം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അടുത്ത സ്റ്റേഷൻ ഇറങ്ങണ്ടേ? നമ്മളിപ്പോൾ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ട്രാവലറിൽ നമുക്ക് ശ്രീനഗറിലേക്ക് പോകണം. അപ്പം നമുക്കുള്ള വണ്ടി അവിടെ പുറത്ത് വന്നിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങോട്ട് നടക്കട്ടെ കേട്ടോ എല്ലാവരും. ഈ മുന്നിൽ പോകുന്ന നമ്മുടെ ടീമാണ്. ഇത് നമ്മുടെ ടീമാണ്. പിന്നെ നമ്മുടെ ചെക്കന്മാരെവിടെ ഒരിവിടെ ഉണ്ട്. അതാ ഇത് നമ്മുടെ പയ്യൻസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇനി ഇതിൽ കയറി നേരെ നമ്മൾ ശ്രീനഗർക്ക് പോവാണ്. അതിനിടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങണേ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ യാത്ര പിന്നെയും തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ പോണത് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. അവിടെ കുറേ തുരങ്കം ക്രോസ് ചെയ്ത് നമുക്ക് പോകാനുണ്ട്. അധികവും അങ്ങനെ തന്നെയാണ് കേട്ടോ റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗൈസ് ഞങ്ങൾ ശ്രീനഗർക്കുള്ള ജേണിയിലാണ്. തണുത്തൊന്നും പറയാൻ വയ്യല്ലേ കയ്യിൽ ഗൈസ്. ഇവിടെ കണ്ടോ മഞ്ഞുമലകൾ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഉണ്ട് ടീം ഫുൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാണ്. ഇവിടെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേ. ഇവിടെയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ശ്രീനഗറിലെത്തി, റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റൂമിലെത്തിയ ഉടനെ തന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ കയറി. അതായത് നമ്മൾ ചെന്നൈയിൽ നിന്ന് കയറുമ്പോൾ ഫ്രഷ് ആയതാണ്, പിന്നെ ഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ നേരെ വന്നൊന്ന് ഫ്രഷായി അതൊക്കെ കഴിഞ്ഞു. ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂം കുഴപ്പമൊന്നുമില്ല, ബാത്റൂം കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ നമുക്ക് റൂം കാണിച്ചു തരാം. നമുക്ക് ഇതാണ് കേട്ടോ ഫ്രണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നു. ഈ ഫസ്റ്റ് റൂമാണ് ഞങ്ങളത്. പിന്നെ എന്താ അതൊരു റൂമാണ്. പിന്നെ ആ ഒരു പാസേജിൽ 2 റൂം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിപ്പോൾ മൂപ്പരൊന്ന് കടന്നെന്ന് അതിൻ്റെതാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ സെറ്റാക്കി വെച്ചതായിരുന്നു. കയറുമ്പോൾ തന്നെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഇതാ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇതാ കേട്ടോ. യൂറോപ്യൻ ഉണ്ട്, വാഷ് ബേസ്, പിന്നെ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ മിററും ഉണ്ട്. ഓക്കെ. പിന്നെ നേരെ വരുന്നത് തന്നെയാണ് നമ്മുടെ ബെഡ്. ഇതിലും തന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ മിററില്ല. ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെഡിയാവാം, പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അതാ ആ പൊടി ഉണ്ട് അവിടെ. അപ്പോൾ നൈറ്റ് നമുക്ക് കുറച്ച് ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോമഡി ആയിരുന്നു. അതിന് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. പരിപ്പ് കറി, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചോറ് കേട്ടോ. നല്ല ചൂടിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, രാത്രി നല്ല തണുപ്പുണ്ട്.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇനി പോയി കിടക്കണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മുടെ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ, കാണാൻ മറക്കല്ലേ.